السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على نبينا وحبيبنا محمد الأمين وعلى آله وصحابه أجمعين وأزواجه الطاهرات أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا أما بعد. അപ്പോൾ പേജ് നമ്പർ 516 11ാമത്തെ ആയത്ത് മുഴുവൻ ഓതണോ അതോ ആദ്യം മുതൽ ഓതണോ അതോ ഈ പേജ് ഓതിയാൽ മതിയോ? അപ്പൊ പേജ് നമ്പർ 516 5ാമത്തെ ആയത്ത് മുതൽ. എനിക്ക് ശ്വാസത്തിന് ചെറിയൊരു ഇടർച്ചയുണ്ട്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊരു ഓത്ത് ഇന്ന് നടന്നു എന്ന് വരില്ല. പറ്റുന്ന രൂപത്തിൽ ഞാൻ നോക്കും, ബാക്കി നിങ്ങൾ നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. അടുത്ത രണ്ടായത്ത് കൂടെ ഓതാം. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. يا أيها الذين آمنوا
എന്ന് വിളിച്ചാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ് എന്നതിൻ്റെ മറുപടി എന്നോണമാണ്, ന്യായീകരണം എന്നോണമാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. കാരണം നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, നിങ്ങൾ രക്തബന്ധുക്കളാണ്, പുറമേ ആദർശ ബന്ധുക്കളുമാണ്. അതുകൊണ്ട് നിങ്ങളോട് തമ്മിൽ തന്നെ ഇങ്ങനെ വേണോ, ശരിയാണോ എന്നതാണ് അതിൻ്റെ ചോദ്യം. അതുകൊണ്ട് അങ്ങനൊന്നും അല്ല വേണ്ടത്. പിന്നെയോ വസ്ലിഹൂ ബൈന അഖവൈക്കും, എങ്ങനെ നിങ്ങളുടെ രക്തബന്ധുക്കളെ, കുടുംബക്കാരെ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയോ, അവരെ നന്നാക്കി എടുക്കാൻ കഴിയോ, അതിനു വേണ്ടി പരിശ്രമിക്കുവിൻ. വത്തഖുല്ലാഹ, ആ വിഷയത്തിൽ വല്ല വീഴ്ചയും വരാതെ സൂക്ഷിക്കുകയും ചെയ്യണം. ഇന്നല്ലാഹ ഗഫൂറുർ ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാന്റെ റഹ്മത്ത് കിട്ടാനുള്ള മാർഗമുണ്ടായി തീരുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. നമ്മളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ നമ്മൾ വിചാരിക്കാനോ പറയാനോ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിലൊന്നുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ യസ്ഖർ, നിങ്ങൾ പരിഹസിക്കരുത്, കളിയാക്കരുത്. ഖൗമുൻ, നിങ്ങളിൽ ചിലർ, മിൻ കൗമിൻ, മറ്റു ചിലരെ എന്നർത്ഥം. നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ എന്നൊക്കെ പറയുന്നതിനേക്കാൾ എളുപ്പം നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കരുത്. ഒന്നിന്റെ പേരിലും കളിയാക്കരുത്. എല്ലാ മനുഷ്യന്മാരെയും അല്ലാഹു പടച്ചത് ഒരുപോലെ അല്ലല്ലോ. മനുഷ്യന് ശാരീരികമായി വൈകല്യങ്ങൾ ഉണ്ടാകും, മേന്മകളും ഉണ്ടാകും. അത് നിറത്തിലുമുണ്ടാകും, രൂപത്തിലുണ്ടാകും, ഉയരത്തിലുണ്ടാകും, വലുപ്പത്തിലുണ്ടാകും, സൗന്ദര്യത്തിലുണ്ടാകും. അങ്ങനെയല്ലെങ്കിൽ നമ്മളെല്ലാവരും ദഹയ്യത്തിൽ കൽബിമാരായാൽ, നമ്മളെല്ലാവരും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമാരായാൽ, നമ്മളെല്ലാം യൂസഫ് നബിമാരായാൽ, നമ്മളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിലായാൽ, പിന്നെ ദുനിയാവിന് ആർക്കും ആരെയും ഒരു പ്രത്യേകത ഉണ്ടാവില്ല. ഒന്നിനും ഇവിടെ വിലയും നിലയും അതുണ്ടാവില്ല. മാത്രമല്ല അതിലൊരു പരീക്ഷണമൊട്ട് വരാനുമില്ല. അപ്പൊ നമ്മള് പലരും പലതാണ്. ഒരു പൂന്തോട്ടത്തിലെ ചെടികളെ പോലെ, പൂക്കളെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ചെറുതുണ്ടാകും, വലുതുണ്ടാകും, വിവിധ നിറങ്ങളുള്ളതുണ്ടാകും, വിവിധ മണങ്ങൾ, വാസനകൾ ഉള്ളതുണ്ടാകും. ചിലതിന് ദുർഗന്ധവും ഉണ്ടാകും. ചിലത് രാത്രിയാണ്, നിശാഗന്ധി പോലെ, ചെമ്പകം പോലെ രാത്രിയാണ് അതിൻ്റെ ഗന്ധം, വാസന, സുഗന്ധം പുറത്തുണ്ടാവുക. ചിലത് പകലാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ. പക്ഷെ അത് ഓരോന്നും നമുക്ക് ഏറ്റവും ചെറിയത് തുമ്പപ്പൂവ് എന്നാ പറയാ. ആ തുമ്പപ്പൂവ് കാണുമ്പോഴുള്ള അതേ സന്തോഷം തന്നെയാണ് നമുക്ക് സൂര്യകാന്തി കാണുമ്പോഴും ഉണ്ടാവുന്നത്. കാരണം എന്താണ് സംഗതി? എല്ലാം അള്ളാഹുവിന്റെ സമ്പൂർണതയിലുള്ള സൃഷ്ടി മാഹാത്മ്യത്തിന്റെ തെളിവുകളാണ് എന്നർത്ഥം. അത് തന്നെയാണ് മനുഷ്യന്റെ നിലപാടും. അവരെല്ലാവരും ഒരേ തരക്കാരല്ല, പക്ഷെ എല്ലാവരും തങ്ങളിൽ പൂർണ്ണതയുള്ളവരാണ്. അവനവന് കിട്ടിയത് കൊണ്ട് അവനവൻ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ചു വരുന്നതിനിടയിൽ നിങ്ങൾ അവരുടെ ശരീരത്തെ കളിയാക്കരുത് എന്നാണ് ഒന്നാമത്തെ അർത്ഥം. ബിലാൽ റളിയല്ലാഹു അൻഹു അല്പം കറുത്തവനായിരുന്നല്ലോ. ചില കൂനുകളും മുടന്നുകളും മുഴകളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഉയരക്കുറവും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഒരിക്കൽ എന്തോ പറഞ്ഞ് തമ്മിൽ തല്ലി പറ്റിയപ്പോ, ദേഷ്യം വന്നപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ഇബ്നുൽ അസ്വദ് എന്ന് വിളിച്ചു. ഇബ്നുൽ അസ്വദ് എന്ന് വിളിച്ചു. കറുത്തവനെ എന്നർത്ഥം, കറുത്തവനെ എന്നർത്ഥം. അത് ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടമായി പോയി. വിളിച്ച അബൂദറിനത് നാവുമെന്നാണ് പോയി കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയ സങ്കടമായി പോയി. രണ്ടാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് അവനവന്റെ സങ്കടം പറഞ്ഞപ്പോ റസൂല് പക്ഷെ ബിലാലിന് അബൂദറിന് വിട്ടുവീഴ്ചയൊന്നും കൊടുക്കുകയല്ല ചെയ്തത്.
അബൂദർ ഇബ്നുൽ അസ്വദ് എന്ന് വിളിച്ചതിന് വിട്ടുവീഴ്ച കൊടുക്കുകയല്ല ചെയ്തത്. അതങ്ങനെ പറ്റിപ്പോയി, അതറിയാതെയാണ്. ബിലാൽ ഇജാണ് ക്ഷമിച്ചാളാ. അബൂദർ വലിയ ആണല്ലേ, ഗോത്ര തലവനൊക്കെ ആയി ജീവിച്ച ആളല്ലേ, ഒരുപാട് ത്യാഗം സഹിച്ച ആളല്ലേ. ഈ ഒരു ന്യായീകരണത്തിൽ നിന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ അടിക്ക് പറഞ്ഞു, ഇന്ന കമ്രുൻ ഫീക്കൽ ജാഹിലിയ, താങ്കൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ആ ജാഹിലിയത്തിന്റെ ദുസ്വഭാവം ഇപ്പോൾ വിട്ടിട്ടില്ല. ആരോടെ ഈ പറയണമെന്ന് ഞങ്ങള് 21ാമത്തെ വയസ്സ് മുതൽ മരിക്കുന്നതിലൂടെ ഇസ്ലാമിന് വേണ്ടി കഠിന പരിശ്രമം നടത്തിയ മനുഷ്യനോടാ. കഅബയുടെ മത്താഫിൽ വെച്ച് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മനുഷ്യനോടാ എന്ത് പറഞ്ഞത്? ഇന്ന കമ്രുൻ ഫീക്കൽ ജാഹിലിയ, അബൂദർറെ, ആ ജാഹിലിയത്തിന്റെ ദുസ്വഭാവം വിട്ടിട്ടില്ലല്ലേ, അതിപ്പോഴും ബാക്കിയുണ്ടില്ലേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വല്ലാതെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതേപോലെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഒരു കൊലയില് തേങ്ങ എല്ലാം ഒരുപോലെ എല്ലാം നമ്മൾ വെറുതെയെങ്കിലും പറയലുണ്ടല്ലോ. ഒരു വാപ്പന്റെ മക്കൾ തന്നെ 10 ആളുകൾ 12 ആളുകളുള്ള ഞങ്ങൾ 12 സ്വഭാവക്കാരാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതിനപ്പുറത്തുണ്ടോന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ അഭിപ്രായം അത് തന്നെയല്ലേ അല്ലേ? അപ്പൊ അയൽപക്കക്കാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ എങ്ങനെയിരിക്കും? എല്ലാവരും പല സ്വഭാവക്കാരായിരിക്കും. ഈ സ്വഭാവത്തിന്റെയൊക്കെ പേരിൽ നമ്മൾ ഓരോരുത്തരെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ ഇത് എവിടുക്കാ ചെന്നെത്തുക? നമ്മൾ ഒരാളെ കളിയാക്കുന്നു, 10 ആളെ കളിയാക്കുന്നു, ആ 10 ആളുകളും കൂടി നമ്മളെ 10 കുറ്റം പറഞ്ഞ് കളിയാക്കുന്നുണ്ടാകും എന്നത് നമ്മൾ ആലോചിച്ചാൽ സംഗതി നമുക്കവിടെ തലപൊക്കി നടക്കാൻ പറ്റൂല. അതൊരു വശം. മറ്റൊരു വശം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന പറഞ്ഞ കാര്യത്തോട് അള്ളാഹ് ചോദിക്കാറുള്ളത് ഹൽ അൻതും മുൻതഹൂൻ, അല്ല നിർത്താറായില്ലേ ഇതൊന്നും എന്നാണ്. മദ്യപാനത്തെ കുറിച്ചാണ് ചോദ്യം ഉണ്ടായത്. അത് എല്ലാ നിരോധനങ്ങളോടുമുള്ള അള്ളാഹിന്റെ നിലപാട്. ഹൽ അൻതും മുൻതഹൂൻ, നിർത്താറായില്ലേ. പലിശയെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു അത് പറയുന്ന വമൻ ജാഅഹു മൗഇദത്തും മിനല്ലാഹി ഫൻതഹ ഫലഹു മാ സലഫ, അള്ളാഹുവിന്റെ ഉപദേശം വന്ന് കിട്ടിയതോടുകൂടി പഴയ ദുസമ്പ്രദായം ആരെങ്കിലും നിർത്തിയാൽ അയാൾ രക്ഷപ്പെട്ടു, അയാൾ പണ്ട് ചെയ്തതിന് അയാൾക്ക് കുറ്റം ഉണ്ടാവില്ല. അത് എല്ലാ മേഖലയിലും എല്ലാവർക്കും ബാധകമാണ്. ഒരാളെ അയാളുടെ നിറത്തിന്റെ പേരിലോ ഉയരത്തിന്റെ പേരിലോ വണ്ണത്തിന്റെ പേരിലോ അയാളുടെ വൈകല്യത്തിന്റെ പേരിലോ അയാളുടെ സ്വഭാവത്തിന്റെ പേരിലോ കളിയാക്കിക്കൂടാ. അതിന്റെ മേഖലകൾ ഇങ്ങനെ വിശാലമാക്കി നോക്കാണ്. അയാളുടെ വീടിന്റെ പേരിൽ, അയാളുടെ കുടുംബത്തിന്റെ പേരിൽ, അയാളുടെ പരമ്പരയുടെ പേരിൽ, തറവാടിന്റെ പേരിൽ, അയാളുടെ ജോലിയുടെ പേരിൽ, അയാളുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, അയാളുടെ മക്കളുടെ പേരിൽ, അയാൾ ആരാവട്ടെ, അയാൾ എത്ര താഴെക്കടിയിലുള്ളവരാവട്ടെ, അല്ലെങ്കിൽ അയാളുടെ മക്കളോ മറ്റുള്ളവരോ എന്തെങ്കിലും ദുഷ്പേര് കേൾപ്പിച്ചവരാവട്ടെ, ഇതൊന്നും ഒരു മുസൽമാനെ കുറ്റം കളിയാക്കാനുള്ള കാരണമായിക്കൂടാ എന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആരെടുത്താണോ ഈ കുറ്റം കണ്ടത് അത് അയാളോടാ പറയേണ്ടത്, അത് അങ്ങാടിയിലല്ല, മറ്റുള്ളവരോടല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഭാര്യമാരോട് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ്? ഭാര്യമാരോട് ദേഷ്യം വന്നാൽ പുറത്ത് വെച്ചിട്ട് മക്കള് കേൾപ്പിച്ചു വരെ അവർ ചീത്ത പറയരുത്. അത് നിങ്ങൾ രണ്ടാളും ഒറ്റക്ക് ബെഡ്റൂമിലാവുമ്പോൾ പറഞ്ഞാലും വേണമെങ്കിൽ അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, അത് നോക്കിക്കോളി എന്നാ പറഞ്ഞു. അതൊന്നും കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് പോലും അത് പറ്റൂല. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരുടെ അഭിമാനം അത് മുറിപ്പെട്ടാൽ ഇന്ന ദിമാഅക്കും അംവാലക്കും അറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. മുഅ്മിനീങ്ങളെ, ഞാൻ ഹജ്ജ് ചെയ്യുന്ന ഇന്നേ ദിവസത്തിന്, ഹജ്ജത്തുൽ വദാഇന്റെ ഇന്നേ ദിവസത്തിന് ഈ അറഫ മൈതാനിക്കും മക്കാ പ്രദേശത്തിനും നിങ്ങൾ എന്ത് ആദരവ് കൊടുക്കുന്നുവോ, എന്ത് ബഹുമാന്യത കൽപ്പിക്കുന്നുവോ, എന്ത് പവിത്രത കൽപ്പിക്കുന്നുവോ, അതേ ആദരവും ബഹുമാനവും പവിത്രതയും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ സ്വത്തുക്കളോടുണ്ടാവണം, നിങ്ങളുടെ ജീവനോടുണ്ടാകണം, നിങ്ങളുടെ അഭിമാനത്തോടും ഉണ്ടാവണം. അത് മുറിപ്പെടുത്താവതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇലെ അത്യുഗ്ര പ്രഭാഷണത്തിലെ ആഹ്വാനമാണ്, കൽപ്പനയാണ് എന്നത് നമ്മൾ മറക്കാതിരിക്കണം. ആ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ പരിഹസിച്ചുകൂടാ.
ഒന്നിന്റെ പേരിലും പറ്റൂല എന്നർത്ഥം. എന്താണോ നമുക്കുള്ളത് അത് അടുത്ത സെക്കൻഡിൽ ഇല്ലാതെയാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പറയണം നിങ്ങൾ, അല്ലാഹുവേ നീയാണ് മാലിക്കുൽ മുൽക്ക്, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥത നിന്റെ കയ്യിലാണുള്ളത്. തുഅ്തിൽ മുൽക മൻ തശാഅ, ഇന്ന് നീ അധികാരികളാക്കിയവരെ ഇന്ന് നീ അധികാരികളാക്കാൻ ഉദ്ദേശിച്ചവരാണ്, അതല്ലാതെ അവരുടെ നേട്ടമല്ല. വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ, ഇന്നലെ വരെ അധികാരികളായിരുന്ന പലരിൽ നിന്നും ഇന്ന് നീ അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതും അവരുടെ കഴിവുകേട് കൊണ്ടല്ല, നീ തീരുമാനിച്ചത് നടന്നു. വതുഇസ്സു മൻ തശാഅ, നീ ഉദ്ദേശിച്ചവർക്ക് ചിലർക്ക് നീ അന്തസ് അഭിമാനം നൽകി. വതുദില്ലു മൻ തശാഅ, മറ്റു ചിലരുടെ അന്തസ്സിനെയും അഭിമാനത്തിനെയും നീ ഇടിച്ചു താഴ്ത്തി അപമാനിതരുമാക്കിയിട്ടുണ്ട്. കാരണം എന്താ? ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മകളും നിന്റെ കയ്യിലാണുള്ളത്. അത് നീ ഉദ്ദേശിക്കുന്നവർക്കാണ് നീ കൊടുക്കുക, അല്ലാത്തവർക്ക് അത് നീ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിനക്കിതിനൊക്കെ കഴിയാമെന്ന് ഖുൽ നമ്മൾ പറഞ്ഞു. നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ എനിക്ക് ഇന്നുള്ള അറിവ് അത് അടുത്ത സെക്കൻഡിൽ അല്ലെ, ലോകം ഭരിച്ചിരുന്ന പല ഭരണാധികാരികളും സ്വന്തം പേരെന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് അൾഷിമേഴ്സ് വന്നു പോയത് നമുക്കറിയാം അല്ലെ. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പോലും ആ ഗണത്തിലായിരുന്നു, ഇന്ത്യയുടെ ഒരു പ്രതിരോധ മന്ത്രി ആ ഗണത്തിലായിരുന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അറിയാത്ത അവസ്ഥ. നാട് ഭരിച്ചിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും ജോർജ് ഫെർണാണ്ടസും, പ്രതിരോധ മന്ത്രിയായ ജോർജ് ഫെർണാണ്ടസും തങ്ങളുടെ സ്വന്തം പേരുകൾ പോലും അറിയാത്ത രൂപത്തിൽ അൾഷിമേഴ്സ് വന്നതാണ്. അസുഖമാണത് എന്ന് നമുക്ക് പറയാം. അത് മതിയല്ലോ ഇന്ന് കളിയാക്കിയ നമ്മുടെ നാവിനെ അടുത്ത സെക്കൻഡിൽ ചലനം നിർത്താൻ അല്ലേ, നമ്മൾ അടുത്ത സെക്കൻഡിൽ ഒന്നുമല്ലാതെയാവാൻ, ഒരു കട്ടൻ ചായ നമ്മുടെ കാലുമൊക്കെ വീണാൽ നമ്മളുടെ സൗന്ദര്യം പോകാൻ അല്ലേ. നമ്മൾ വയസ്സന്മാര് പറഞ്ഞിരുന്നത് ആള് മാറാൻ എന്തോ ഒന്നും കുരുപ്പ് വരാനൊരു പനി മദീന അല്ലേ, വസൂരി വരാനേ ഒരു പനി വന്നാ മതി, അല്ലാതെ ഇതിന് വലിയ കാര്യം. ആള് മാറാൻ എന്തോന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലും കൂടി ഉണ്ട്, ഇത് വയസ്സന്മാർക്ക് അറിയായിരിക്കും. അപ്പോ ഇത്തരം കൊള്ളൂ, ഇന്നാണ്ട് കാണുന്ന ആളെ നാളെ ഇതേ രൂപത്തിൽ കണ്ടുകൊള്ളണം എന്നില്ല അല്ലെ. അതുകൊണ്ട് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒന്നിന്റെ പേരിലും. ഇനി നോക്കാണി, നമ്മൾ എല്ലായിടത്തോടല്ല സുന്നത്തും ഫർളും ഒക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാര് ഫർള് മാത്രം നിസ്കരിക്കുള്ളൂ. അതിന്റെ പേരിൽ അവരെ കളിയാക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ഉപദേശിക്കാൻ പറ്റൂലേ? ഉപദേശിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. ചെയ്യാത്തതിന്റെ പേരിൽ കളിയാക്കല്ല വേണ്ടത്. ഇബാദത്തിന്റെ പേരിലായാലും, ഈമാനിന്റെ തഖ്വയുടെ ഇസ്ലാമീയത്തിന്റെ പേരിലായാലും, വസ്ത്രധാരണത്തിന്റെ പേരിലായാലും, ഭക്ഷണ മര്യാദകളുടെ പേരിലായാലും ഒന്നിന്റെ പേരിലും ഒരാളെ കളിയാക്കിക്കൂടാ. എന്താ കാരണം നോക്കുമ്പോൾ അല്ലാഹു പറയണ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, അസാ ഒരു പക്ഷേ ആവാനിടയുണ്ട്, ഒരു പക്ഷേ ആവാനിടയുണ്ട്. അയ്യക്കൂനു അവർ ഒരു പക്ഷേ അസാ ആവാനിടയുണ്ട്. ഖൈറൻ മിൻഹും, ഈ കളിയാക്കുന്നവരെക്കാൾ മറ്റു പല മേഖലകളിലും ഈ കളിയാക്കുന്നവരെക്കാൾ മെച്ചപ്പെട്ടവരായിരിക്കാം അവർ. അപ്പോ അതും കൂടെ ഒന്ന് ഓർക്കണം എന്നർത്ഥം. പള്ളിക്കന്ന് ഫർള് നിസ്കരിച്ചിട്ട് നേരെ നീച്ചു പോണ ഒരു ചങ്ങായി എന്നും അതന്നെയാണ് സ്വഭാവം. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. പുറത്തിരുന്നിട്ട് നമുക്ക് ഓനെ കളിയാക്കാം, എന്തായിട്ടെന്താ ഒരു സുന്നത്ത് കൂടെ നിസ്കരിക്കാതെ ചെങ്ങായി പോണത്, എന്നിട്ട് നമ്മളെ നന്നാക്കാൻ നടന്നിട്ട് എന്താ കാര്യം? തിരിച്ച് ഒന്ന് ആലോചിച്ചോക്കാണി, ഓനൊരു പക്ഷേ ഓന്റെ വീട്ടിൽ പോയിട്ടായിരിക്കും സുന്നത്ത് നിസ്കരിക്കുന്നത്. അതായിരിക്കും അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പ്രദായവും. മഗ്രിബല്ലാത്ത എല്ലാ റവാത്തിബ് സുന്നത്തുകളും വീട്ടിൽ നിന്നാണ് പതിവായി നമസ്കരിച്ചിരുന്നത്. അതായിരിക്കും അദ്ദേഹത്തിന്റെ പതിവ്, അത് പാലിച്ചതായിരിക്കാം.
നമ്മളിവിടെ പള്ളിയിൽ നമസ്കരിക്കുന്നു, അത് സുന്നത്തല്ല എന്നല്ല, അത് അനുവദനീയമാണ്, അത് അങ്ങനെ നിർവഹിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഈ സഹോദരൻ ചെയ്യുന്നത്. അവരിവിടെ പള്ളിയിൽ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ അവനെ കളിയാക്കാൻ പോയാൽ അസാ അയ്യക്കൂനു ഖൈറൻ മിൻഹും, അല്ലേ? മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നമ്മളിവിടെ പുറത്ത് കട്ടൻ ചായയും കുടിച്ചിട്ട് നാട്ടുവർത്താനം ദീനീ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാൾ പള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് ഇരുന്ന് മാറി മാറി ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണ്. അപ്പൊ നമ്മൾ കളിയാക്കണു ഓനെ ഓൻ കൂട്ടത്തിൽ കൂടൂല, ഓൻ കുറെ കാലായി നമ്മൾ എന്ത് പറഞ്ഞാലും കൂട്ടത്തിൽ കൂടൂല, ഓൻ എന്താ അങ്ങനെ നമ്മക്കറിയില്ല, അല്ലെങ്കിൽ ഇപ്പത്തെ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് എന്നും പറയാം. ഒരുപക്ഷെ ഓനവിടെ സൂറത്തുൽ മുൽക്ക് ഇരുന്ന് ഓതായിരിക്കും, അല്ലേ? ഇശാ മഗ്‌രിബിനിടയിൽ മുൽക്ക് സൂറത്ത് ഓതിയാൽ നിറയെ പേരിന് ഖബർ ശിക്ഷ ഉണ്ടാവില്ല. ഖബറിൽ അതൊരു പ്രകാശമായി വരും. മത്സരിൽ വിചാരണ ചെയ്യുമ്പോൾ അത് സാക്ഷിയായി വരും, ശുപാർശകനായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മക്കത് ഓർമ്മയുണ്ട്, പക്ഷേ നമ്മളത് ചെയ്യണില്ലാന്നേ ഉള്ളൂ. വേറൊരാളിങ്ങനെ കയ്യിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുന്നു അതെന്തോ ഒരു എക്സർസൈസ് ആണ്, ഒരു വ്യായാമമാണ്, ഇവരെ കയ്യിനെന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോ എന്താപ്പത് എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഭ്രാന്താണ് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കണ്ടെടുക്കണു. അയാൾ ഒരു ദിവസത്തിൽ അയാൾ ചൊല്ലി തീർക്കുന്ന ദിക്റുകൾക്ക് ഇങ്ങനെ എണ്ണം പിടിച്ച് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കാം. അസായക്കോനു ഖൈറൻ മിൻഹും, നമ്മളുടേതല്ലാത്ത മേഖലകൾ അയാൾക്ക് നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാവാം. അത് പക്ഷേ നമുക്കറിയാതെ പോയതായിരിക്കാം. അതുകൊണ്ട് ബാഹ്യമായ കാഴ്ചപ്പാടനുസരിച്ച് ഒരാളെയും വിലയിരുത്തിക്കൂടാ, ഒരാളെയും അതിന്റെ പേരിൽ നമുക്ക് തോന്നിയതിന്റെ പേരിൽ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാനും പാടില്ല. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അങ്ങനെയല്ല പറഞ്ഞത്, അല്ലേ? ഹുമസ എന്ന് പറഞ്ഞാല് വാക്ക് കൊണ്ടും ലുമസ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കുറ്റം പറയുക, കളിയാക്കുക, കുറവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഹമ്മാജിം മശായിം ബിനമീം എന്ന് നരകാവകാശിയായ ഒരാളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അയാൾ നാട് നീളെ നടന്ന് ആളുകളെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന ആളാണ്, അത് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അപ്പൊ വാക്കുകൊണ്ടും ഒരാളെ കളിയാക്കാൻ പാടില്ല, പ്രവൃത്തി കൊണ്ടൊരു കണ്ണിമ ജിമ്മിക്കൊണ്ട് പാടില്ല. സൂറത്തുൽ മുത്തഫിഫീനിൽ കാണാലോ, നിങ്ങളെ എന്ന് പറയുന്ന തൊട്ട് മുമ്പിൽ കാണാം, അവർ നിങ്ങളെ കാണുമ്പോൾ ഒന്ന് കണ്ണിറുക്കിച്ചിരിക്കും. അവർ നിങ്ങളെ കാണുമ്പോ ഒന്ന് കണ്ണിറുക്കിച്ചിരിക്കും. അള്ളാഹ് എന്നതൊന്നും കാണില്ല എന്നാണ് അവരെ വിചാരം. സൂറത്തുൽ മുജാദലയിലേക്ക് പോകുമ്പോ അവിടെ കാണാം, റസൂലിനെ കാണുമ്പോൾ മുനാഫിക്കുകൾ ഇങ്ങനെ കണ്ണിറുക്കിച്ചിരിക്കുമായിരുന്നു. എന്നാണ് റസൂലിനോട് പറയാൻ പാടില്ലാത്ത ചില ഒച്ച ഉണ്ടാക്കിയിട്ട് റസൂലിനെ അവർ കളിയാക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാത്ത മാതിരിയാണ് നടന്നു പോകും. അപ്പൊ ഇവരിങ്ങനെ തമ്മിൽ പറയും. അവർക്കിടയിലേ ഒറ്റക്കാവുമ്പോ അങ്ങനെ നമ്മൾ പറയും, നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇയാള് റസൂലാണെങ്കിൽ ഇതൊക്കെ അള്ളാഹ്ക്ക് കേൾക്കാൻ പറ്റുമല്ലോ, അന്ന് നമ്മളെ ശിക്ഷിക്കുമല്ലോ, അപ്പൊ അന്ന് നമ്മളെ ശിക്ഷിക്കണില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നൊരു കുഴപ്പമില്ലാത്ത സംഗതിയാണ് എന്നവർ പറയും. ഹസ്ബുഹും ജഹന്നം, നരകമാണ് നിങ്ങളുടെ സങ്കേതം, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പിടിക്കാതെ വിടുകയാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വേറൊരിടത്ത് കാണാം, വലാ യസബന്നല്ലദീന കഫറു, സൂറത്ത് ആല ഇംറാനിൽ, അന്നമാ നുംലീലഹും വലാ യസബന്നല്ലദീന കഫറു അന്നമാ നുംലീലഹും ഖൈറൻ ലിഅൻഫുസിഹിം, നിഷേധികളെ, നന്ദി കെട്ടവരെ, നിങ്ങളുടെ ചെയ്തികൾക്കെല്ലാം നാം നിങ്ങളെ പിടികൂടാതെ വെറുതെ വിടുന്നത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നമാ നുംലീലഹും ലിയസ്ദാദു ഇത്മ, നിങ്ങൾ എത്ര പാപം ചെയ്യുമെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പിടികൂടാതിരിക്കുന്നത്. ഒരു പിടുത്തം ഞാൻ പിടിക്കും, വലഹും അദാബുൻ അലീം, അത് വേദനയേറിയ ശിക്ഷയുടെ പിടുത്തമായിരിക്കും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറ ഖൗമും മിൻ ഖൗം, അത് വേണ്ട. അതില്ലാത്തതുകൊണ്ട് നമുക്ക് നേട്ടം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല എന്നുള്ളതാണ്. അസായക്കൂനു ഖൈറൻ മിൻഹും, വല്ലാത്തൊരു അത്ഭുതം എന്താണെന്നറിയോ? ഒരേ കാര്യം
സ്ത്രീകളെയും പുരുഷന്മാരെയും വിളിച്ച് വേറെ വേറെ ആവശ്യപ്പെടുന്ന കൽപ്പിക്കുന്ന ഒരൊറ്റ ആയത്ത് ഇതാണ് ഖുർആനില്. ഒറ്റ കാര്യമാണ്. ആ കാര്യം ആണുങ്ങളെയും വിളിച്ചു പറഞ്ഞ് അതേ കാര്യം തന്നെ വലാ നിസാ ഉമ്മിൻ നിസാഇൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ നിങ്ങൾ പുരുഷന്മാരോട് മാത്രമാണ് ഈ പറയണമെന്ന് വിചാരിച്ചിട്ട് താത്താരെ ഇടങ്ങേറുണ്ടാക്കണ്ടെന്നർത്ഥം. നിങ്ങളത് ചെയ്യണ്ട. അല്ലേ? വൈകുന്നേരമാവോളം മുടിയിലെ പേൻ നോക്കി കൊടുത്താലും വൈകുന്നേരമായാലും പിന്നെ നാളെ കുളിക്കാൻ പോകുമ്പോ ആക്കാന്ന് പറഞ്ഞിട്ട് എന്ത് പറയാൻ ഞങ്ങള്? നാട്ടുകാരെ കുറ്റം പറയാൻ. അല്ലേ? ഇപ്പൊ പഴയ കുളക്കടമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാം മൊബൈലാ, വാട്സപ്പിലാ. പണ്ടാ പറഞ്ഞ ആള് മാത്രമേ കേട്ടിരുന്നുള്ളൂ. പെണ്ണുങ്ങളുണ്ടെങ്കിൽ കേട്ടോളെയും. പണ്ട് ആരോടാണോ പറഞ്ഞത് അവര് മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ വാട്സപ്പ് അങ്ങനെ അല്ലട്ടോ. ഇപ്പോ ഒറ്റയടിക്ക് 10,000 ആൾക്ക് 25,000 ആൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഈ പരദൂഷണം പോകും പോലെ. അപ്പൊ അതുകൊണ്ട് വലാ നിസാ ഉമ്മിൻ നിസാഇൻ സ്ത്രീകളും പരസ്പരം കളിയാക്കിക്കൂടാ. ഒന്നിന്റെ പേരിലും കളിയാക്കിക്കൂടാ. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അല്പം ഉയരം കുറഞ്ഞ ആളായിരുന്നു. സൈനബ് റളിയല്ലാഹു തആല അൻഹ അവരെക്കാൾ ഉയരം അല്പം കൂടിയ ആളുമായി. അപ്പൊ ഈ ചക്രവളത്തിൽ പോരില്ലേ, രണ്ടാളും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ ഈ ചക്രവളത്തിൽ പോരുണ്ട്. അത് ഞാൻ ഇടക്കിടക്ക് പറയുന്നതാണ്. ഈ രണ്ടാം ഭാര്യ ഉണ്ടെങ്കിൽ ആ രണ്ടാം ഭാര്യക്കും മൂന്നാം ഭാര്യക്കും ഒക്കെ അറബി ഭാഷയിലെ പ്രയോഗം ലൊറത്ത് എന്നാണ്. പച്ചക്ക് പറഞ്ഞാൽ വണ്ടിയും വലി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനല്ലേ? അപകടം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തന്നെയല്ല അത്. എന്റെ ഒരു സുഹൃത്ത് രണ്ടാം കല്യാണം കഴിച്ച ഒരാളുടെ അടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി പോയപ്പോ ഞാൻ പറഞ്ഞു ഇയാളോട്, സുഹൃത്തിന് ഇപ്പം ഇതിന്റെ കൂട്ടുകാരന് ഞങ്ങളെ പോലെ രണ്ടാമതൊരു പെണ്ണെത്താനും കൂടി താല്പര്യമുണ്ട്. അപ്പൊ ഈ സുഹൃത്ത് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ കത്തിയും മടാളും ഒക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ആക്കണം കേട്ടോ, എന്നിട്ട് മതി ഈ പണിക്ക് നിൽക്കല്. കെട്ടിക്കുടുങ്ങിയതാണേ. അപ്പൊ നിങ്ങൾ ആണുങ്ങൾ അതൊരു സുന്നത്താന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. അതൊരു നിർബന്ധിത സമയത്ത് അനുവദനീയമായ ഒരു കാര്യമാണ്. നിർബന്ധിത സമയത്ത് ഇനി പെണ്ണുങ്ങൾ ആ സുന്നത്ത് മാപ്പിള ഭർത്താക്കന്മാരെ കൊണ്ട് ഇടിപ്പിക്കാനും നടക്കണ്ട. സ്വൈരം കിട്ടൂലെന്നുണ്ടെങ്കിൽ പിന്നെ സ്വൈരം കിട്ടണ വേറെ വഴി നോക്കന്നെ, അല്ലേ? അപ്പൊ അജാതി ഒരു സുന്നത്ത് നിങ്ങൾ ഇടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞു തന്നതിന്റെ കാര്യം, സൈനബ് റളിയല്ലാഹു തആല അൻഹ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുമായുള്ള ഒരു ഉടക്കിൽ അവർ പറഞ്ഞുപോയി കസീറ എന്നൊരൊറ്റ വാക്ക്. കസീറ എന്ന് പറഞ്ഞാല് കുള്ളത്തി എന്ന് പറയില്ല നമ്മള്, കുറിയവൾ, ഉയരം കുറഞ്ഞവൾ എന്ന ഒരു വാക്ക് ഹഫ്സ ബീവിയോട് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങോട്ട് കയറി വന്നത്. ഹഫ്സ ബീവിക്ക് അതൊരു വലിയ കാര്യമാണെന്ന് തോന്നിയില്ല. പക്ഷേ റസൂലിന് തോന്നിപ്പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളിട്ടാ, അതൊരു വലിയ കുറ്റം പറച്ചിലാണ്, മോശപ്പെട്ട വാക്കാന്ന് ഹഫ്സ ബീവിക്ക് തോന്നിയില്ല. അവരെങ്ങനെയാണ് വെച്ചാലും ഈമാനിന്റെ അങ്ങേ അറ്റം കണ്ട മനുഷ്യന്മാരാണ്. വിശിഷ്യ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഈമാനിന്റെ അങ്ങേ അറ്റം കണ്ട മനുഷ്യന്മാരാ. അവരുടെ മനസ്സിലൊരു ദുസ്സൂചന ഒന്നിനെ കുറിച്ചും ഉണ്ടാവില്ല. അവർക്ക് തോന്നിയത് അവരെന്താണോ അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കും. തെറ്റാണെന്ന് തോന്നിയാൽ അവർ മാപ്പും പറയും. അതാണ് അവരുടെ സ്വഭാവം. അതുകൊണ്ടാണ് അള്ളാഹ് അവരെ തൃപ്തിപ്പെടാനുള്ള കാരണങ്ങളിലൊന്നും അതാണ്. ഏതായാലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോണ്ട് വന്നിട്ട് സൈനബ് റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, യാ സൈനബ് ലഖദ് കുൻതി കലിമ. സൈനബ്, നിനക്കറിയുമോ നീ ഇപ്പൊ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ ഒറ്റ വാക്ക്, ലൗ മസജത്ഹാ ഫീ മാഇൽ ബഹർ, അത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ, കായം കലക്കിയ മാതിരി എന്നല്ല പറഞ്ഞ്, അത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ മസജത്ഹാ, കടലിലെ വെള്ളത്തിന്റെ കളർ മാറിപ്പോകും. അത്ര ഗൗരവതരമായ ഗുരുതരമായ തെറ്റാണ് നീ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒന്നുകൂടി ഞാൻ പറയും, യാ സൈനബ് ലഖദ് ഖുൽതി കലിമ, നീ ഇപ്പോ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, ലൗ മസജത്ഹാ ബിമാഇൽ ബഹർ, അത് സമുദ്ര ജലത്തിലെങ്ങാനും കൊണ്ടുപോയി കലക്കിയാൽ അതിന്റെ നിറം മാറിപ്പോകും. അത്ര വലിയ പാപമാണ് നീ ആ ചെയ്തു കൂട്ടിയത്, ആ ഒറ്റ വാക്ക്. അതുകൊണ്ട്
തൗബ ചെയ്യണമെന്ന്. അവർ ഹഫ്സ ബീവിയെ കൂട്ടിപ്പിടിച്ച് നിലവിളിച്ചു പോയി. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പൈന് ഇത്ര അങ്ങോട്ട് തെറ്റാണ്ടോ, ഓനിപ്പൈന് ഇത്ര വലിയ മാനക്കേട് ഉണ്ടാവാണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്താ അറിയോ, ഒരു മാപ്പ് പറയാനുള്ള വിനയല്ലാത്തോണ്ടാ അല്ലേ? ഒരു മാപ്പ് പറയാനുള്ള വിനയല്ലാത്തോണ്ട് നോക്കി തെക്കുവടക്ക് പറയുമ്പോഴേ കിടത്തുമ്പോഴേ ഇത് വേറൊരാള് പറയൂട്ടോ. തെക്കുവടക്ക് പള്ളി മെമ്പറിന് മുമ്പിൽ കൊടുത്ത് കിടത്തലുണ്ടല്ലോ ഒരിക്കേ, അന്ന് വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. കൂട്ടിപ്പിടിച്ച് നിലവിളിക്കാൻ സാധിക്കണം. അത് ആരോടാണെങ്കിലും ശരി, അത് പറയാവതല്ല, അത് പറയാവതയല്ല. നിങ്ങള് ഒരു പക്ഷേ അവർ, ആ സഹോദരിമാർ നിങ്ങളെക്കാൾ ഗുണവതികളായിരിക്കും, നിങ്ങളെക്കാൾ നല്ലവരായിരിക്കും, നിങ്ങളെക്കാൾ നന്മയുള്ളവരായിരിക്കും, നിങ്ങളെക്കാൾ പടച്ചവന് പേടിയുള്ളവരായിരിക്കും, ഇബാദത്തുള്ളവരായിരിക്കും, തഖ്വയുള്ളവരായിരിക്കും. ഏതെങ്കിലും എല്ലാ മേഖലകളിലും എന്ന് വേണ്ട, ചില മേഖലകളിലെങ്കിലും അവർ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങളെ മോശക്കാരാക്കരുത്. നമ്മളൊക്കെ കൂടെ ഈ ഒരു ചിന്തയിലേക്ക് വന്നാല് ഈ സമുദായത്തിന്റെ കെട്ടുറപ്പ് എത്ര ഭംഗിയായിരിക്കും നോക്കാടി അല്ലേ? ഈ സമുദായത്തിൽ പരസ്പരമുള്ള സ്നേഹം എങ്ങനെയായിരിക്കും? ആര് പിന്നെ അകറ്റിയാലും അടിപ്പിച്ചാലും നമ്മൾ അടിക്കുകയില്ല, അടുക്കുക മാത്രമേ ഉള്ളൂ. നിലവിൽ നമ്മുടെ സ്വഭാവം നമ്മളെ അടുപ്പിക്കുകയാണോ അതോ അടിപ്പിക്കുകയാണോ എന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അയൽപ്പക്കക്കാരനെ കണ്ടാ മുണ്ടൂല അല്ലേ? കുടുംബക്കാർ ചിലരെ കണ്ടാ മുണ്ടൂല, അപ്പുറത്ത് കച്ചവട തരത്തിലെ പീഡിയക്കാരനെ കണ്ടാ മുണ്ടൂല. എന്തൊക്കെയോ കാരണങ്ങൾ ഇതിനുണ്ട്. നമ്മളെ അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ പെരുമാറ്റവും നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും പരസ്പരം അടുപ്പിക്കാനാണ് ഇപ്പോൾ കാരണമാകുന്നത് എന്നത് എനിക്ക് തോന്നിയ ഒരു സംഗതിയാണ്. തെറ്റാണെങ്കിൽ അത് നിങ്ങളെ കുറിച്ചല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ആമായ ഒരു കാര്യം നമ്മൾ അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ പണ്ടിനെ കുറിച്ചിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, മരിച്ചാൽ ഞാനത് മറക്കൂല എന്ന് പറയലില്ലേ അല്ലേ? രണ്ട് തല്ലാണെങ്കിൽ അതിന്റെ വേദന പോയാൽ അത് മാറിയുന്നു, ഇത് മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയാൻ മാത്രം നമ്മളുടെ ഒരു നേരിയ നോട്ടമോ ഒരു സമീപനമോ ഒരു ഒറ്റവാക്കോ മതിയാകും എന്നാണ് ഹഫ്സ ബീവിയുടെ ആ കാര്യത്തിൽ സംഭവത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ വലിയ ഗൗരവം നിറഞ്ഞ അപകടത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ സംഗതി നമുക്ക് മറ്റെന്തിനേക്കാൾ വലുത് നമ്മുടെ പരലോകമാണല്ലോ അല്ലേ? എന്റെ കാര്യം അങ്ങനെ കേട്ടോ, എനിക്ക് മറ്റെന്തിനേക്കാൾ വലുത്, മറ്റാരുടെ പരലോകത്തെക്കാൾ എനിക്ക് വലുത് എന്റെ പരലോകമാണ്. അങ്ങനെയല്ലേ? അതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യുഹല്ലദീനാമനു ഖു അൻഫുസകും, നിങ്ങളുടെ പരലോകം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അല്ലേ? അതിനുശേഷം നോക്കിയാൽ മതി അഹ്ലീക്കും, നിങ്ങളെ കുടുംബക്കാരെയും. അത് തന്നെയല്ലേ സുഹൃത്ത് മായതയും പറഞ്ഞത്, അയ്യുഹല്ലദീനാമനു അലൈക്കും അൻഫുസകും ലാ യളുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. മുഅ്മിനീങ്ങളെ ആര് പഴിച്ചാലും അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല, നിങ്ങളെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹിദായത്തിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നർത്ഥം. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരലോകമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ നാവൊതുങ്ങും, നമ്മുടെ മനസ്സൊതുങ്ങും, നമ്മുടെ ശരീരവും ഒതുങ്ങും, നമ്മുടെ എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെടും, വിശുദ്ധ ഖുർആനിന് കീഴ്പ്പെടും, തിരുസുന്നത്തിന് കീഴ്പ്പെടും. കലിമത്ത് തൗഹീദിന്റെ അന്തസ്സാരത്തിന് വിരുദ്ധമായ യാതൊന്നും നമ്മളിൽ ഇല്ലാതിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഒരു ഉപദേശം കഴിഞ്ഞു. രണ്ടാമത്തത് വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ തമ്മിൽ കളിയാക്കരുത് എന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് കുറ്റവും കുറവും പറയരുത് എന്നാ. നിങ്ങൾ തമ്മിൽ കുറ്റവും കുറവും പറയരുത്. അതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, നിങ്ങളെ തന്നെ മോശക്കാരായി കാണരുത്. ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല, ഞാൻ അവിടെ പോകാൻ ഓലടിയിലൊന്നും ഇരിക്കാൻ ഞാൻ യോഗ്യനല്ല, ഓലൊക്കെ വർത്താനം പറയുന്നിടത്ത് ഞാൻ വർത്താനം പറഞ്ഞിട്ട് അതിനൊരു വില ഉണ്ടാവില്ല, ഞാൻ എന്തിനാ പണ്ട് പോണത്, വേണ്ട, ഞാൻ ആണ്ടില്ല, അയൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെ കുറവാക്കരുത്.
ഇസ്ലാമിക സൊസൈറ്റിയിൽ ഒരാൾക്കും മറ്റൊരാളെക്കാൾ കൂടുതൽ പ്രത്യേകം ഒരു വോയിസ് ഇല്ല, ഭരണാധികാരിക്കു പോലും എന്ന വാസ്തവം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റൊരു ഭരണാധികാരിക്കും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തങ്ങളുടെ പൗരന്മാരെക്കാൾ മെച്ചപ്പെട്ട ഒരു വോയിസ് ഇല്ല, ഒരു കൽപ്പനാധികാരമില്ല. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാണ്, മനഃപൂർവ്വം പറയാ. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ സമ്പ്രദായത്തെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണ സമ്പ്രദായത്തെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നാട്ടിൽ ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യം മുതിർന്ന സ്വഹാബികൾ എടുന്ന് ചർച്ച ചെയ്യും. ആ ഖലീഫയുടെ മുമ്പിൽ വെച്ച് മുതിർന്ന സ്വഹാബികൾ ഇരുന്ന് ചർച്ച ചെയ്യും. അതിലെല്ലാ അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാകും, പ്രമാണങ്ങളുടെ ഉദ്ധരണികൾ ഉണ്ടാകും. ആ പ്രമാണങ്ങളിൽ നിന്ന് ആ ടീം, ആ സ്വഹാബികളുടെ ഒരു നിലപാടിലേക്ക് എത്തിയാൽ അവർ പറയും, ആ നിലപാട് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ എന്ന്. ആരായി നിങ്ങൾ? ഖലീഫ. ആ നിലപാട് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. അപ്പോ തന്റെ മുതിർന്ന സ്വഹാബികളായ അനുയായി വൃന്ദങ്ങളുടെ അഭിപ്രായം തീരുമാനമായി വരികയും ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഖലീഫയുടെ ഉത്തരവാദിത്വം. ആ തീരുമാനം നടപ്പാക്കാനുള്ള ശക്തി, അധികാരശേഷി ഖലീഫക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള അധികാരവും അനുമതിയും ഇതേ ടീം തന്നെയാണ് നൽകുക. ഒരു യുദ്ധയാത്ര, ഒരു ശിക്ഷാ സമ്പ്രദായം, മറ്റെന്തൊരു ഭരണപരിഷ്കാരം ഒക്കെ നടപ്പിലാക്കാനുള്ള ഖലീഫക്കുള്ള അധികാരവും അനുമതിയും അതാത് വിഷയങ്ങളിൽ മുതിർന്ന സ്വഹാബികൾ നൽകാറായിരുന്നു പതിവ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അംറുഹും ശൂറാ ബൈനഹും. പൊതുകാര്യങ്ങൾ പൊതുജനങ്ങളുമായി കൂടിയാലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. വശാവിറുഹും ഫിൽ അംർ, അവരുടെ കാര്യത്തിൽ അവരോട് താങ്കൾ കൂടിയാലോചന നടത്തണം. എന്നിട്ട് വൈസ അസംത, തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നീട് പടച്ചവരിൽ തവക്കുലാക്കുകയും ചെയ്യാം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ വലാ തൽമിസു അൻഫുസകും എന്ന് പറഞ്ഞാൽ കോട്ടപ്പടി പള്ളിയിൽ പങ്കെടുക്കുന്നവർക്ക് മിസ്കാത്തിയേക്കാൾ ഒരു കുറവുമില്ല, കമ്മിറ്റിക്കാരെക്കാൾ ഒരു കുറവുമില്ല. കമ്മിറ്റിക്കാർക്ക് എനിക്കോ നിങ്ങളെക്കാൾ യാതൊന്നും കൂടുതലില്ല എന്നർത്ഥം. എനിക്ക് കൂടുതലുള്ളത് ഞാൻ ഈ ദീനിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കണം, ഈ മഹല്ലത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കണം. കമ്മിറ്റിക്കാരുടെ കഴിവും ശേഷിയും അവരതിന് ഉപയോഗിക്കണം. അതിൽ നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും തെറ്റു വരുമ്പോൾ അവിടെ തിരുത്തുകയും ചെയ്യുക എന്ന സാങ്കേതിക സമ്പ്രദായമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അധികാരവും ആ ശ്രേണിയും ഒക്കെ അവനവൻ ഉപയോഗിക്കേണ്ടത് അവനവന്റെ പരലോക വിജയം ലഭിക്കുവാൻ തടയാത്ത രീതിയിൽ മാത്രമായിരിക്കണം. അപ്പൊ വലാ തൽമിസു അൻഫുസകും ഒന്നതാണ്. ഇനി രണ്ടാമത്തെ മേഖല എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധയാത്രകളിൽ മിക്ക സമയത്തും മദീനയുടെ അധികാരം ഏൽപ്പിച്ചിരുന്നത് ആരെയായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെയാണ്. മാഷാ അല്ലാഹ്. ആരാണ് അയാള്? രണ്ട് കണ്ണിനും ജന്മനാ കാഴ്ചയില്ലാത്ത മനുഷ്യൻ. രാജ്യത്തിന്റെ അധികാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചാണ് 1-2 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തുക. നമ്മുടെ മുഖ്യമന്ത്രി പോയ പോലെ അല്ല എന്നർത്ഥം. ഞാൻ പറയും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പാർട്ടിക്കാരെ കുറ്റം പറയലല്ല കേട്ടോ. നമുക്ക് പാർട്ടി ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെയാണ് ദുനിയാവിൽ എവിടെ പോയാലും ഇത് നടത്തുക, ഒരാളെ ഏൽപ്പിക്കൂല എന്ന് പറഞ്ഞിട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അലി റളിയല്ലാഹു അൻഹുവിന്റെ വയ്യായ്മയിൽ അദ്ദേഹത്തിന് യുദ്ധയാത്രകളിൽ പങ്കെടുക്കാൻ പറ്റാത്ത 1-2 സന്ദർഭത്തിൽ അദ്ദേഹത്തെ അധികാരം ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ഏൽപ്പിച്ചു. അപ്പോ വലാ തൽമിസു അൻഫുസകും, നമ്മളുടെ കഴിവുകേട്, അത് ശാരീരിക വൈകല്യമാവട്ടെ എന്താവട്ടെ, അത് ഒരു മൈനസ് പോയിന്റ് ആയിട്ടല്ലാതെ ഇതൊക്കെയും ഇസ്ലാമിനെ സേവിക്കാനുള്ള കഴിവ് മാർഗമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അംർ ഇബ്നു ജമൂഹ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2-3 തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. കയ്യും കാലും ഇല്ലാതിരുന്ന ആ മനുഷ്യൻ, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ആ മനുഷ്യൻ ഉഹദ് യുദ്ധത്തിലേക്ക് പോകാൻ അദ്ദേഹം കണ്ട പ്ലസ്, യുദ്ധം അടിച്ചാൽ നമ്മുടെ ആളുകൾ മുന്തിരിച്ചോടുമ്പോൾ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു പതാക ഉണ്ടാകുമല്ലോ,
ആ പതാക ഞാൻ പിടിച്ചോളാ, ഞാൻ അതേറ്റാണ് നിന്നാൽ എനിക്ക് ഓടാൻ പറ്റൂല. അപ്പൊ അവിടെ കൂടിക്കോട് നമ്മൾ ആൾക്കാർ പിന്തിരിഞ്ഞോടൂലാണ്. അത് തന്നെ അദ്ദേഹം നടപ്പിൽ വരുത്തുകയും ആ പതാകക്ക് കീഴിൽ തിരിഞ്ഞോടിയ ഉടനിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു എന്ന ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. 17 വയസ്സുകാരനായ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനാണ് 3000 വരുന്ന ഉമർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ യുദ്ധവിദഗ്ധർക്ക് നേതൃത്വം കൊടുക്കാൻ മുഅ്തയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന സംഗതിയാണ്. വലാ തൽമിസു അൻഫുസക്കും. ഒരു നിലയിലും നമ്മളൊന്നും മോശക്കാരല്ല. എന്താ കാരണം എന്നറിയാം നിങ്ങൾ? വലഖദ് കറംനാ ബനി ആദം, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികൾ, അതായത് മനുഷ്യരെ ഞാൻ അവരെ ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അവരെ ആദരിച്ചിട്ടുണ്ട്. റബ്ബ് ബഹുമാനിച്ച ഒരാൾക്ക് എങ്ങനെയാണ് എന്തിലെങ്കിലും കുറവുണ്ടാവുക? റബ്ബ് ബഹുമാനിച്ച ആ മനുഷ്യന് ചിലപ്പോൾ കൈയുണ്ടാവില്ല, കാലുണ്ടാവില്ല, അയാൾക്ക് കാഴ്ച ഉണ്ടാവില്ല. പക്ഷെ അയാളെ കുറിച്ചും അള്ളാഹു പറഞ്ഞത് അള്ളാഹു അയാളെ ആദരിച്ചിട്ടുണ്ട് എന്നാ. അള്ളാഹു ആദരിച്ച ഒരാളെ, ഒരു പടപ്പിനെ നമ്മൾ എങ്ങനെയാണ് അനാദരിക്കുക എന്ന് മാത്രങ്ങൾ ആലോചിച്ചാൽ മതി. അള്ളാഹു ആദരിക്കുകയും നമ്മൾ കളിയാക്കുകയും ചെയ്യുകയോ, അള്ളാഹു ബഹുമാനിക്കുകയും നമ്മൾ അപമാനിക്കുകയും ചെയ്യുകയോ. അപ്പൊ അള്ളാഹുവിന് കൊടുക്കുന്ന സ്ഥാനം എന്താണ്? ഈ സമൂഹം അള്ളാഹുവിനെ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്ത് റബ്ബിനൊരു ആദരവും ബഹുമാനവും ഇല്ലാത്ത, റബ്ബിന് കൊടുക്കേണ്ടെന്ന ഒരു പരിഗണന കൊടുക്കാൻ എന്താണ് ഇത്ര മടി? ഞാൻ കെട്ടിക്കൊണ്ടുവന്ന ആളാണ്, ഞാൻ ആ ചെലവിന് കൊടുക്കണമെന്ന് അറിഞ്ഞിട്ട് എന്തും ചെയ്യാമെന്നാണോ? എന്ത് ചെയ്യാമെന്നാണോ? ഇനിയിപ്പോ മക്കളും കുട്ടികളൊക്കെ വലിയ ആൾക്കാരായി ഉദ്യോഗസ്ഥന്മാരായി കെട്ടിച്ചുവിട്ട് ഇനി ഇയാളെ ഞാൻ പണ്ടത്തെ പോലെ അംഗീകരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കലാണോ? ആണോ? അല്ല. നമ്മൾ എല്ലാ നിലയിലും നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മൾ മഖ്ലൂക്കുകളാണ്, അതിലെല്ലാവരും തുല്യരാണ്, അള്ളാഹുവിന്റെ പടപ്പുകളാണ്. രണ്ടാമത്തത് നമ്മളെല്ലാം അബ്ദുള്ളമാരാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അതിലും നമ്മളെല്ലാവരും തുല്യരാണ്. മൂന്നാമത്തത് നമ്മളെല്ലാം ഇൻസാനാണ്, മനുഷ്യരാണ്, അതിലും നമ്മളെല്ലാം തുല്യരാണ്. നാലാമത്തത് നമ്മളെല്ലാം മുസ്ലിമീങ്ങളാണ്, അതിലും നമ്മളെല്ലാം തുല്യരാണ്. ഈ തുല്യതയുള്ള മനുഷ്യന്മാർക്കിടയിൽ ചില മണ്ണൂരുള്ള നമ്മളെല്ലാം കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് ഫകുല്ലുക്കും മിൻ തുറാബ്. നമ്മളുടെ പിതാവ് മണ്ണൂരുള്ളയാണ്. അപ്പോ നമ്മളെല്ലാവരും നാദമിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും മണ്ണൂരുള്ളയാണ്. ഒരു മണ്ണൂരുള്ള കുറച്ച് തടിയുള്ളതായി, വണ്ണം കൂടിയതായി പോയി, ഒന്ന് ചോന്നതായി, ഒന്ന് കറുത്തതായി, ഒന്ന് കുറച്ച് മെലിഞ്ഞതായി, ഒന്ന് ഉരുട്ടി വെച്ചപ്പോ അവിടെ ഇവിടെയൊക്കെ ഓരോ കുണ്ടും കുഴിയൊക്കെ വന്ന് ഒരു ഓട്ട കുത്തിപ്പോയി, ചിലത് നിറച്ചുപോയി, ചിലതിന് എന്തോ ഒരു 1-2 കഷ്ണം വീണുപോയി. ഇത്രക്കുള്ളതില് എല്ലാം ഈ മണ്ണുരുളയെ മണ്ണിലേക്കാണ് വെച്ച് 10 ദിവസം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ എല്ലാം മണ്ണാകാൻ തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ? അപ്പൊ നമ്മൾ ആരും ബാക്കി ഉണ്ടാവില്ല. നാട്ടുപ്രമാണിമാരൊക്കെയും അവിടെ ഒന്ന് തന്നെയായി പോകും. എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കുന്നത് ചെതലും പുഴുവും തന്നെയാണ് താഴെ. അതാരെ ഒഴിവാക്കുകയില്ല, പ്രവാചകന്മാരെ അല്ലാത്തവരെ. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. പ്രവാചകന്മാർ ഏത് രൂപത്തിലാണോ മരണപ്പെട്ടത് അതേ രൂപത്തിൽ മണ്ണിനടിയിൽ ഇന്നുമുണ്ട്, ഖിയാമത്ത് നാളോളം ഉണ്ടാകും. അവരുടെ ശരീരങ്ങളെ സ്പർശിക്കാൻ മണ്ണിലെ ഒരു ജീവിക്കും അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അതല്ലാത്തതെല്ലാം പുറമേ കിടക്കുന്ന ഫിറഔനല്ലാത്ത മനുഷ്യരെല്ലാം ചീഞ്ഞടിഞ്ഞ് മണ്ണായി പോകാനുള്ളതാണ്. അപ്പോ അത് താൽക്കാലികമായി ഒന്ന് എഴുന്നേറ്റിടക്കാൻ തുടങ്ങി. അപ്പൊ കാണാൻ, പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ ലേശ സൗന്ദര്യം ഉണ്ടായി, 2 അക്ഷരം കൂടുതൽ പഠിച്ച് 10 രൂപ കൂടുതൽ ഉണ്ടായി, വീടൊന്ന് വലുതായി. ഇതിൻ്റെയൊക്കെ പേരിൽ അഹങ്കരിച്ചാൽ സംഗതി നമ്മളെ പരലോകം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഈ സ്വന്തം ടീമിന് ഉയർന്ന നിലയിലുള്ള ആളുകളോട് മാത്രമേ കമ്പനി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ മരിച്ചാല് ഓലൊന്നും ഉണ്ടാവില്ല. മയ്യത്ത് ഒളിപ്പിക്കാനും കഫൻ ചെയ്യാനും മയ്യത്ത് കെട്ടിൽ ഏറ്റാനും പിന്നാലെ വന്നിട്ട് തസ്ബീഹ് ചെല്ലാനും ഇവരൊന്നും ഉണ്ടാവില്ല. ഇവർക്കൊക്കെ അന്നും കച്ചവടത്തിന്റെ തിരക്കുണ്ടാകും, അന്നും ഉദ്യോഗത്തിന്റെ തിരക്കുണ്ടാകും. ആദ്യം ചോദിക്കുക മരിച്ചാല് എപ്പോഴാന്ന് ചോദിക്കുക, എപ്പോഴിരുന്നു എന്നല്ല ചോദിക്കുക. ഇന്നയാൾ നിസ്കാരത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ചോദിക്കുക എന്താ അറിയോ,
എപ്പോഴാന്ന്. അതിന്റെ ബാക്കി എന്താ? എപ്പോഴാ എടുക്കണെന്നാ ചോദിക്കും. അതെന്തിനാ? ഞാനാട് പള്ളിക്കൊക്കെ വന്നോളാം, എനിക്ക് പെരിയിൽ വന്ന് മൂപ്പരെ കൂടെ മയ്യത്തിർക്കണവർ ഇരിക്കാൻ നേരല്ല. എന്തേ? ഞാൻ നാട്ടിൽ വേണ്ടപ്പെട്ടവനാണ്. അതാ പറ്റിയത്. ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ വന്നിട്ട് പെരിയിൽ കട്ടില് പിടിച്ചിട്ടതും അവിടെ പ്ലാസ്റ്റിക് കെട്ടിയതും കസേര കൊടുത്തിട്ടതും ചെമ്പ് വെള്ളം എടുത്തിച്ചതും കുളിപ്പിക്കാനുള്ള റൂം ശരിയാക്കിയതും കുന്തിരിക്കം പുകക്കാൻ കൊടുന്നു വെച്ചതും കഫൻ തുണിക്ക് പാഞ്ഞതും ഒക്കെ ആരാ? മയ്യത്ത് കട്ടിൽ ഏറ്റിയത് ആരാ? തസ്ബീത്ത് ചൊല്ലാൻ അവസാനം വരെ നിന്നത് ആരാ? വായിക്കും. വലാ തൽമിസു അംഫുസക്കും. 4 തസ്ബീത്ത് ചെല്ലാൻ 10 ആളെ കൂടുതൽ കിട്ടുക എന്നത് ആരുടെയെങ്കിലും ഒരാളുടെ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്നത് റബ്ബ് സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും പരലോകം. അതിനുള്ളൊരു അവസരം, അത് പറയുമ്പോൾ പോലും പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മളെ കുറിച്ചൊരു ചീത്തയായ ദുഃഖകരമായ വ്യസനകരമായ ഒരു അപമാനകരമായ ഒരു അനുഭവം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താതെ പോയാൽ വലാ തൽമിസു അംഫുസക്കും. അതുകൊണ്ട് തമ്മിലും ഈ കുറ്റം പറയൽ വേണ്ട. സ്വയം മോശക്കാരാണെന്ന് ആരും നടിക്കുകയും വേണ്ട. നമ്മളെല്ലാവരും അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാണ്, റസൂലിന് വേണ്ടപ്പെട്ടവരാണ്, ഇസ്ലാം ദീനിന് വേണ്ടപ്പെട്ടവരാണ്, രാജ്യത്തിന് വേണ്ടപ്പെട്ടവരാണ്, നാടിന് വേണ്ടപ്പെട്ടവരാണ്, മഹല്ലത്തിന് വേണ്ടപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും എല്ലാത്തിനും യോഗ്യരുമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യം. ഇസ്ലാം അല്ലെങ്കിൽ മനുഷ്യകുലം എന്നത്, മുസ്ലിം സൊസൈറ്റി എന്നത് ഒരു വണ്ടിയാണ്. അതിലേതെങ്കിലും ഒരു പാർട്സ് പോയാൽ, ഒരു ടയറിലെ കാറ്റൊഴിഞ്ഞാൽ, ഒരു നെട്ടൊന്ന് ലൂസായാൽ, പെട്രോൾ എണ്ണ തീർന്നു പോയാൽ, ഏതെങ്കിലും ഒരു വയറിന് കംപ്ലൈന്റ് ഉണ്ടായാൽ, ഹെഡ്ലൈറ്റ് ഒന്ന് തൽക്കാലം ഒന്ന് ബൾബ് ഫീസായാൽ ആ വണ്ടി മുന്നോട്ട് പോകൂല. ആ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, നമുക്ക് തടസ്സപ്പെടും നമ്മുടെ യാത്ര, അല്ലേ? ഇതുപോലെ ഈ സമുദായമാകുന്ന വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഈ സമുദായത്തിന്റെ എല്ലാ പാർട്സുകളും ഒരേ മനസ്സോടുകൂടി മറ്റുള്ളവരോട് ഒരു വാഹനത്തിന്റെ പാർട്സുകൾ മറ്റു പാർട്സുകളുമായി ഒരുമയോടെ പിന്നെ പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾ സമുദായത്തിന്റെ മുഴുവൻ നന്മയിലും പ്രതീക്ഷയുള്ളവരായി, താല്പര്യമുള്ളവരായി എല്ലാവരോടും സഹകരിച്ചു പോകണം. കുറെ ആൾക്കാരെ മാറ്റി നിർത്തി, കുറെ ആൾക്കാരെ ഒറ്റപ്പെടുത്തി, കുറെ ആൾക്കാരെ കളിയാക്കി മുന്നോട്ട് പോയാൽ ആ പോക്ക് നമ്മളുടെ തൊണ്ടക്കുഴിയിൽ ശ്വാസം എത്തുന്നത് വരെ മാത്രമേ ഏറിപ്പോയാൽ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകൂല. കാരണം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവ്വലുൽ ഖസ്മൈനി യൗമൽ ഖിയാമത്തി ജാറാൻ എന്നാണ്. പരലോക വിചാരണ നേരിടേണ്ടി വരുന്നതിന്റെ ആദ്യ ഘട്ടം അയൽപ്പക്കക്കാർ തമ്മിലുള്ള തർക്ക വിതർക്കങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കലാണ്. അങ്ങനെ തർക്കിക്കുമ്പോ ഏതെങ്കിലും ഒരു അയൽക്കാരന്, ഏതെങ്കിലും ഒരു ആങ്ങളക്ക്, പെങ്ങൾക്ക്, ഏതെങ്കിലും ഒരു കുടുംബക്കാരന്, ഏതെങ്കിലും ഒരു സുഹൃത്തിന് നമ്മളെക്കുറിച്ച് തർക്കം പറയാനുണ്ടെങ്കിൽ തർക്കം തീർത്തിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന റബ്ബിന്റെ നിലപാട് പ്രഖ്യാപിച്ചാൽ അവിടെ അവസാനിക്കും നമ്മളുടെ സ്വർഗമോഹം. അതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടത് നമ്മുടെ നരകത്ത് പ്രവേശനത്തിൽ നിന്നുള്ള രക്ഷക്കായും നമ്മുടെ സ്വർഗപ്രവേശന തടസ്സം നിൽക്കുന്ന ബാരിക്കേഡുകളായിട്ടുമാണ് ഇതിനെയൊക്കെ കാണേണ്ടത്. ആകയാൽ വലാ തൽമിസൂ അംഫുസക്കും, മറ്റുള്ളവരെയും കുറ്റം പറയരുത്. നമ്മൾ സ്വയം മോശക്കാരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്നും വിചാരിക്കരുത്. മൂന്നാമത്തെ ഉപദേശം വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങൾ അഭിസംബോധന ചെയ്യരുത്, വിളിക്കരുത്. ബിൽ അൽഖാബ്, മനുഷ്യരെ ചീത്തപ്പേര് വിളിക്കരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്, കളിയാക്കാനുള്ള പേര് വിളിക്കരുത്. വാപ്പ മക്കളെ കുഞ്ഞുട്ടിയെ, കുഞ്ഞാനെ, മോളോ മോനോ എന്ന് വിളിക്കണ്ട എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ സാറേ എന്ന് വിളിക്കണ്ട എന്നല്ല, മാഷയെന്ന് വിളിക്കണ്ട എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്ന, വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേര് അയാൾക്ക് മാനസികമായെങ്കിലും വിഷമമുണ്ടാക്കുന്നതാണെങ്കിൽ, അത് മറ്റുള്ളവർക്ക് വിളിക്കുന്നത് അയാൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ അതിനെയാണ് ഇരട്ടപ്പേര് എന്ന് വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബുൽ ഖാസിം എന്ന് പേരുണ്ട്, അല്ലേ? അബുൽ ഖാസിം എന്ന് പേരുണ്ട്. ആ ഖാസിമിന്റെ വാപ്പ എന്നാണ് അതിന്റെ അർത്ഥം.
അത് വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ കബിശ എന്നും വിളിച്ചിരുന്നു. അബൂ കബിശ എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അബൂ കബിശ എന്ന് വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ട് ഹലീമ റളിയല്ലാഹു തആല അൻഹയുടെ ഹലീമ ബീവിയുടെ വീട്ടിൽ ജീവിച്ച ആളാണല്ലോ 4 വയസ്സ് വരെ. അവർ നോക്കി ജീവിതം നയിച്ചിരുന്നവരാണല്ലോ. അപ്പൊ അവിടെ വളർന്നവൻ എന്ന അർത്ഥത്തിൽ അബൂ കബിശ എന്ന് അവർ കളിയാക്കി വിളിക്കുമായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ അബുൽ ഖാസിം എന്ന് വിളിക്കുന്നത് ഇഷ്ടമായിരുന്നു, അബൂ കബിശ എന്ന് വിളിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല എന്നിടത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഉമ്മു അബ്ദുറഹ്മാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഉമ്മു അബ്ദുറഹ്മാൻ എന്ന്. ജ്യേഷ്ഠത്തിയുടെ മകൻ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ മകൻ അബ്ദുറഹ്മാനെ സ്വന്തം മകനെ പോലെയാണ് അവർ വളർത്തിയിരുന്നത്. ആ ഒരു സ്നേഹം പരസ്പരം കണ്ടിട്ട് ആളുകൾ അബ്ദുറഹ്മാന്റെ ഉമ്മ എന്ന് വിളിച്ചിരുന്നു അവരെ. അത് അവർക്ക് ഇഷ്ടമായിരുന്നു. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ ആ കസീറയുണ്ടല്ലോ അല്ലേ, ആ കൊള്ളത്തി എന്ന വിളി അത് ഇഷ്ടപ്പെടാത്തതുമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളെ കുട്ടികളെ കുഞ്ഞുട്ടി, കുഞ്ഞുമോനെ, കുഞ്ഞാട് എന്നൊക്കെ വിളിക്കുന്നത് നമ്മളുടെ ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. ഒരുപക്ഷെ ഈ കുഞ്ഞൂട്ടി എന്ന് വിളിക്കുന്ന ആളുകൾ മുഹമ്മദ് എന്നാണോ അവന്റെ പേര്, മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ ചിന്തിക്കും വാപ്പാക്ക് എന്തോ ദേഷ്യം വന്നു അല്ലേ. വല്യപ്പ ദേഷ്യപ്പെടുമ്പോഴല്ലാതെ എന്നെ പേര് വിളിക്കലില്ല, ഇതിങ്ങനെ വിളിക്കലുണ്ട്. അത് നമ്മൾ ഓമന പേര് എന്നതിന് പെറ്റ് നെയിം എന്നാ പറയാ, മറ്റത് നിക്ക് നെയിം എന്നാ പറയാ. ചീത്ത പേരിട്ട് ഒരാളെയും വിളിക്കരുത്. അങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ മാറ്റണം എന്ന് നോക്കാൻ, ആരൊക്കെ എന്തൊക്കെ വിളിക്കലുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ മാറേണ്ടത് എവിടെ? ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു, ഈ സൂറത്ത് നമ്മളെ ശരിയായ ആക്കാൻ ഉപയോഗിക്കും. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പലതിനെയും എത്ര രൂക്ഷമായ ഭാഷയിലാണ്, എത്ര ഗൗരവതരമായിട്ടാണ് അള്ളാഹു കാണുന്നത് എന്നത് നമുക്ക് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കും. വലാ തനാബസൂ ബിൽഅൽഖാബ്, നിങ്ങൾ ചീത്ത പേരിട്ട് ആരെയും വിളിക്കരുത്. കാരണം അറിയോ, ബിഇസൽ ഇസ്മു എന്നാ വായിക്കുക. അത് തിരിച്ചു വായിക്കുമ്പോ ബിഇസൽ ഇസ്മു എന്നാ പറയാ. ബിഇസ എത്ര ചീത്തയാണ്, അൽ ഇസ്മ ഈ ചീത്ത, ഒരു പേര് ചീത്തയായി വിളിക്കുന്നത് ബഅദൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാൻ ലഭിച്ചതിന് ശേഷം പിന്നെയും നിങ്ങൾ ആ ജാഹിലിയ സമ്പ്രദായത്തിലെ ചീത്ത പേര് വിളിക്കുന്ന സ്വഭാവം നിലനിർത്തി കൊണ്ടുപോവുക എന്നത് എത്ര മോശമായ പ്രവണതയാണ്. പിന്നെ എന്തെങ്കിലും ഇസ്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം, ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പൊ ഈമാനുള്ള ആൾക്ക് വിളിക്കാൻ പറ്റിയതല്ല ഇത് എന്നർത്ഥം. ഈമാനുള്ള മനുഷ്യന്മാരുടെ സ്വഭാവമല്ലത്. അത് ഈമാനോട് ചേർത്തവർ ഈ തെമ്മാടിത്തരം എന്നാണ്. ഈ തെമ്മാടിത്തരം, ഈ ചീത്തപ്പേര് വിളിക്കുന്ന തെമ്മാടിത്തരം എത്ര മോശമായ സ്വഭാവമാണ്. ബഅദൽ ഈമാൻ, ഈമാൻ കിട്ടിയതിന് ശേഷവും ഇത് നിലനിർത്തി കൊണ്ടുപോയി ഇത് വിടണില്ല എന്നുള്ളത് എത്ര മോശമായ, എന്ത് തെമ്മാടിത്താണ് നിങ്ങൾ ഈ കാണിക്കണം എന്നാണ് ഇപ്പോൾ നമ്മളോട്. എന്നിട്ട് എന്താ പറയുക, വമല്ലം യതൂബ്, ഇത് തൗബ ചെയ്യേണ്ട കുറ്റമാണ്. സുബ്ഹാനല്ലാഹ്, ഇത് തൗബ ചെയ്യേണ്ട കുറ്റമാണ്. എന്താണ് തൗബ? ആരെയാണോ വിഷമിപ്പിച്ചത് അയാളോട് പോയി മാപ്പ് പറയണം. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുക്കണം. അങ്ങനെ സംഭവിച്ചു പോയതിൽ സങ്കടം വേണം. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണം. ഇത് 4ഉം കൂടി ഉണ്ടാകുമ്പോഴാണ് എന്താവുക? തൗബയാവുക. അതാണ് വമല്ലം യതൂബ്, ഈ തിന്മകളിൽ നിന്ന്, മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവത്തിൽ നിന്ന്, മറ്റുള്ളവരെ കളിയാക്കുന്ന കുറ്റം പറയുന്ന സ്വഭാവത്തിൽ നിന്ന്, ചീത്തപ്പേരിട്ട് വിളിച്ച ഈ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ തൗബ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ തൗബ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമില്ല എങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികൾ തന്നെയാകും. ഇത് ഒരു നടക്ക് പോകൂല അല്ലേ. ഇതെങ്ങനെ തെക്ക് വടക്ക് നടത്തിയിട്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ് എന്ന് ബേജാറാക്കിയിട്ട് പേടിപ്പിച്ച് വാങ്ങേണ്ട തൗബയല്ല, പൊരുത്തപ്പെടിക്കലല്ല. ഞാൻ പിന്നെയും പറയും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, സഹാബത്താവട്ടെ, ഒരു മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്ന് വെച്ചാൽ മയ്യത്തിന് കടമുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു.
അതാരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നും ചോദിക്കുമായിരുന്നു. അത് മക്കളും കുടുംബങ്ങളും സ്വഹാബത്തും ഏറ്റെടുക്കുകയും ചെയ്യുമായിരുന്നു. അത് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും ഇയാൾക്ക് മാപ്പ് കൊടുക്കണം എന്ന് റസൂലോ സ്വഹാബത്തോ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടില്ല. മരിച്ചതിന് ശേഷം ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കാണിച്ചു തന്നാൽ തെറ്റില്ല. ഈ 19 കൊല്ലം വരെ ഞാൻ പരിശോധിച്ചു തന്നിട്ടും എനിക്ക് അങ്ങനെ റസൂല് മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തിയത് എനിക്കറിയില്ല. എന്തേ കാരണം? അപ്പോൾ തന്നെ ചെയ്യുമായിരുന്നു അവർ. വഫാത്തിന്റെ 2 ദിവസം മുമ്പ് നമുക്കറിയാം, മണലിൽ കാലിഴയുന്ന രൂപത്തിൽ രണ്ടാളുകളുടെ ചുമലിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഒരു വരവ് വന്നിട്ടുണ്ട്. വഫാത്തിന്റെ 2 ദിവസം മുമ്പ്, ശനിയാഴ്ച രാവിലെയാണത്. തിങ്കളാഴ്ച വഫാത്താകുന്നു, ശനിയാഴ്ചയാണ്. പള്ളി മിമ്പറിൽ കൂനിക്കുമ്പിനെ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു, നടന്നില്ല. പള്ളി മിമ്പറിന്റെ ആദ്യ താഴത്തെ പടിയിൽ ഇരിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം ഒരു വിധത്തിൽ പള്ളി മിമ്പറിന്റെ കാലിൽ ഇങ്ങനെ 2 കൈ കൊണ്ടും പിടിച്ചിട്ട് ഇങ്ങനെ കൂനിക്കൂടി പുതച്ച മൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുന്നു. അത് കേട്ടറിഞ്ഞ് ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ പള്ളിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞു. ഈ സമയത്ത് റസൂല് വെറുതെ വരില്ല. അതൊരു നിസ്സാര വിഷയമാണെങ്കിൽ വരില്ല. എന്തോ ഗൗരവതരമായ കാര്യം നമ്മളോട് പറയാനുണ്ട്, അതിനാണ് ആ വന്നിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായിപ്പോയി. അവർ വന്നു. അവർ വന്നപ്പോൾ നബിക്ക് അവരോട് പറയാനുണ്ടായിരുന്നത് എന്തറിയോ? ജനങ്ങളെ, 23 കൊല്ലമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ വല്ലതും തരാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. നിന്റെ വീടുകൾ വിറ്റിട്ടെങ്കിലും ഞാനത് തരാം. അത് പരലോകത്തേക്ക് വെക്കരുത്. മുഹമ്മദിനത് തീർക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. ജനങ്ങൾ കരഞ്ഞുപോയി. ആ കരച്ചിൽ ഒന്നിങ്ങനെ ഇറങ്ങുമ്പോൾ അടുത്തത്, ജനങ്ങളെ, ഞാൻ നിങ്ങളോട് വല്ലരോടും വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും മുറിപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതായിരിക്കുന്നു, തിരിച്ചെന്നെ വേദനിപ്പിക്കുവീൻ, അല്ലെങ്കിൽ മാപ്പാക്കുവീൻ. അതിൻ്റെ പരലോകത്തേക്ക് നീട്ടിവെക്കരുത്. സഹിക്കാൻ കഴിയില്ല എനിക്ക്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. എവിടെയാണ് നമ്മളെ ഈമാൻ എവിടെയാണ്? അഹങ്കാരത്തെ മറികടക്കുന്ന ഒരു ഈമാൻ എവിടെയാണ്? മൂന്നാമത്, ജനങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ശാരീരികമായി വല്ല വിഷമവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വഹാദ ജസദി, ദുർബലമെങ്കിലും എന്റെ ശരീരം ഇതാ, പ്രതികാരം ചെയ്യുവീൻ എന്നോട്, പരലോകത്തേക്ക് അത് വെക്കരുത് എന്നാ. അല്ലാതെ ഈ കിടന്നിട്ട് ഇത് നമ്മളെ റസൂലാണ് കിടക്കണം, നിങ്ങൾക്ക് അറിയാലോ, റസൂല് നമ്മളെ പലരോടും പലതും പറഞ്ഞിട്ടുണ്ടാകും, പലരോടും പലതും ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കാനുള്ള ആൾക്കാരാണ്, നിങ്ങൾ റസൂലിന് മാപ്പാക്കി കൊടുക്കണം അല്ലാതെ വിചാരിച്ചിട്ട്, നമ്മളെ പരലോകം വിചാരിച്ചിട്ട് എന്ന് ഒരു സ്വഹാബിക്ക് പറയാൻ അവസരം കൊടുത്തിട്ടില്ല. ഒരു സ്വഹാബിയും പരസ്പരം പറയാനുള്ള അവസരവും ഉണ്ടാക്കിയിട്ടില്ല. കയ്യോടെ തീർത്തു പോവുമായിരുന്നു. നമ്മളോ? ഇവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വമല്ലം യതൂബ്, തൗബ ചെയ്യണം. ആര് ചെയ്യണം എന്ന ചോദ്യത്തിന് സൂറത്ത് നൂറിന്റെ 31-ാമത്തെ ആയത്ത് നമ്മളോട് പറയും, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, ഒരാളും ഒഴിവില്ലാതെ എല്ലാവരും തൗബ ചെയ്യുവീൻ, നിങ്ങൾക്ക് വിജയികളാവാം. എങ്ങനെ തൗബ ചെയ്യണം? അത് കാക്കത്തൗബയാണോ, മനസ്സിൽ തട്ടാത്തതാണോ എന്നതിന് സൂറത്ത് തെഹരീമ മറുപടി പറയും. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കമായി ഉള്ളുരുകിയ തൗബ ചെയ്യുവീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ശിർക്കും കുഫറും മാത്രമല്ല ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, പരലോക രക്ഷയ്ക്ക് ആവശ്യമായ മറ്റു പല സംഗതികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ നിസ്സാരമെന്ന് വിചാരിക്കുന്ന സംഗതികളാവാം നമ്മുടെ പരലോകത്തിന് തടസ്സമുണ്ടാക്കുക. ഏത് പ്രകാരം അതൊരു പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ ആ സംഗതി എന്താന്ന് വെച്ചാൽ, മരുഭൂ യാത്രയിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി താമസിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറയുന്നു. ജനങ്ങൾ പറഞ്ഞു, നബിയെ, ഇവിടെ ഒരു പൊടി പോലെ, ഒരു കൊമ്പിന്റെ ചുള്ളി പോലും ഇവിടെ കാണാനില്ല,
പിന്നെ നമ്മളിവിടെ എന്തുകൊണ്ടാണ് തീ കൂട്ടുക? നബി നോക്കുമ്പോഴും ഒന്നുമില്ല. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സൂക്ഷ്മമായിട്ട് ഒന്ന് പരിശോധിച്ച് തെരഞ്ഞു നോക്കാണി, എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കൂല. നബിയല്ലേ പറയുന്നത് എന്ന് വിചാരിച്ച് അവർ തെരഞ്ഞു നടന്നുപോയി. നടന്നിട്ട് ആർക്കൊന്നും കിട്ടിയില്ല. ചിലർക്ക് ഒരു കഷ്ണം, ചിലർക്ക് ചെറിയ ഒരു 2 കഷ്ണം, അങ്ങനെ ഒരു ഓലക്കൊടിന്റെ കഷ്ണം, അങ്ങനെ 2 ഇല ഒക്കെയാണ് കിട്ടിയത്. ഒക്കെ കൂടെ കൊടുത്ത് കൂട്ടി നോക്കുമ്പോ അതൊരു സംഖ്യക്ക് ഉണ്ട്. അപ്പൊ റസൂല് ചോദിച്ചു, നിങ്ങളല്ലേ ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞത്? ആ നബിയെ, ഇപ്പോഴോ? അപ്പൊ സ്വഹാബികൾ തന്നെ പറഞ്ഞു, ഇപ്പതാണ് ചുട്ടാൽ ഈ താഴ്വര തന്നെ കരിഞ്ഞു പോകാൻ മാത്രമാണ് സാധനം ഉണ്ട്. അപ്പൊ റസൂല് പറഞ്ഞ്, ഇതുപോലെ നിങ്ങൾ നിസ്സാരമായി കാണുന്ന നിങ്ങളുടെ ചെറിയ ചെറിയ വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തും. അത് ശ്രദ്ധിക്കണം. അത് പഠിപ്പിക്കാനാണ് ആ ഇറങ്ങി താമസിച്ചത്. അതല്ലാതെ അവിടെ ഇറങ്ങിയിട്ട് വെറുതെ ചോറ് കൂട്ടാനും വെച്ചത് ഞാനല്ല. ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാ പറഞ്ഞു. നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് നമ്മളുടെ പരലോകം നഷ്ടപ്പെടുത്തും. അള്ളാഹു വളരെ സൂക്ഷ്മതയോടുകൂടി നാവിനെ വിനിയോഗിക്കാൻ, അതാണ് അവിടെ അവസാനം, അത് അടുത്ത ആയത്തും കൂടി പറഞ്ഞിട്ട് പറയാം നമുക്ക്. വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതം ജീവിച്ച് തീർക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.